വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഗാസ വീണ്ടും കുരുതിക്കളമാക്കി ഇസ്രയേൽ. മുൻപിലുടനീളം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് 100 പലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഗാസയുടെ ചില ഭാഗങ്ങളിൽ പ്രവർത്തന നിയന്ത്രണം നേടുന്നതിനായി പുതിയ കരയാക്രമണ പദ്ധതി ഇസ്രയേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ചിരുന്നു. ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിറ്റ്സ് എന്ന രഹസ്യ നാമത്തിൽ അറിയപ്പെടുന്ന സൈനിക നടപടിയുടെ തുടക്കമെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പുതിയ ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചത്. ഗാസയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ജനസംഖ്യയിൽ ഭൂരിഭാഗത്തെയും തെക്കൻ മേഖലകളിലേക്ക് കുടിയിറക്കുകയുമാണ് ഓപ്പറേഷന്റെ ലക്ഷ്യം. ഇസ്രയേൽ ആക്രമണത്തിൽ മുഴുവൻ കുടുംബങ്ങളും സിവിൽ രജിസ്ട്രേഷൻ രേഖയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഖലീൽ അൽ ഡെക്രാൻ പ്രതികരിച്ചത്. യുദ്ധവിമാനങ്ങളും പീരങ്കികളും ഉപയോഗിച്ചാണ് പ്രതിരോധ സേന ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അവശ്യ മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അഭാവത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയുന്നില്ല. വടക്കൻ ഗാസയിലെ ജബലിയ പ്രദേശത്തെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 9 പേർ കൊല്ലപ്പെടുകയുമുണ്ടായി. ഒരു കുടുംബത്തിലെ 9 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. ജബലിയയിൽ തന്നെ ഉണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 7 കുട്ടികളും സ്ത്രീയും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിൽ നടന്ന 3 വ്യത്യസ്ത ആക്രമണങ്ങളിലായി കുറഞ്ഞത് 12 പേർ കൊല്ലപ്പെട്ടതായും ആശുപത്രികൾ അറിയിച്ചിരുന്നു. തെക്കൻ നഗരമായ ഖാൻ യൂനിസിലും പരിസര പ്രദേശങ്ങളിലും നടന്ന വ്യോമാക്രമണങ്ങളിൽ 48-ലധികം പേർ കൊല്ലപ്പെട്ടു. അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ആക്രമണം നടന്നത്. മരിച്ചവരിൽ പകുതിയിലധികം പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് നാസർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. 3 മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ 2 മാസത്തെ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. 20ഓളം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് 100 കണക്കിന് പലസ്തീനുകളെ മോചിപ്പിക്കണം. മാർച്ച് ആദ്യം മുതൽ ഗാസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ ഉപരോധം അവസാനിപ്പിക്കണം എന്നിവയാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വ്യവസ്ഥകൾ. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ പ്രതിബദ്ധതയാണ് തടസ്സം സൃഷ്ടിക്കുന്നതെന്നും ചർച്ചകളുടെ ഭാഗമായ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാറിലുണ്ടാകുന്ന കാലതാമസം ഉപരോധം നിലനിൽക്കുന്ന ഗാസയിൽ ഭക്ഷ്യസുരക്ഷ അപകടത്തിലാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ഗാസയിൽ സ്ഥിരമായ ഒരു ജനസംഖ്യാ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോംബാക്രമണം നടത്തിയതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്കും പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഗാസയിൽ വീണ്ടും കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ സേന. മുനമ്പിന്റെ വടക്ക്, മധ്യ, തെക്ക് ഭാഗങ്ങളിൽ ഞായറാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 130ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ അറിയിക്കുന്നത്. തെക്കൻ നഗരമായ ഖാൻ യൂനിസിലും പരിസര പ്രദേശങ്ങളിലും നടന്ന വ്യോമാക്രമണങ്ങളിൽ 48-ലധികം പേർ കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിലും ആക്രമണങ്ങൾ ഉണ്ടായി. മരിച്ചവരിൽ പകുതിയിലധികം സ്ത്രീകളാണെന്നും പറഞ്ഞിരുന്നു. ഖാൻ യൂനിസിൽ പ്രതിരോധ സേന ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൈനിക വക്താവായ അവിജയ് അദ്രി സമൂഹ മാധ്യമങ്ങളിലാണ് ഉത്തരവ് പങ്കുവച്ചത്. മുഴുവൻ പ്രദേശവും അപകടകരമായ യുദ്ധമേഖലയായി കണക്കാക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. അതേസമയം 2.5 മാസത്തെ ഉപരോധത്തിനൊടുവിൽ ഗാസയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന അളവിൽ ഭക്ഷണം നൽകാമെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും പുതിയ സൈനിക ഓപ്പറേഷനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. സഹായ വിതരണത്തിന്റെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്താൽ നടപടിയെടുക്കുമെന്നും പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. മാർച്ചിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ ഗാസയിലേക്കുള്ള ഭക്ഷണം, വൈദ്യുതി, ഇന്ധനം, മരുന്ന് എന്നിവയുടെ വിതരണം ഇസ്രയേൽ നിർത്തിവെച്ചിരുന്നു. ഭക്ഷണം പോലും അനുവദിക്കാത്തതോടെ ഗാസയിലെ 21 ലക്ഷം ജനങ്ങൾ പട്ടിണിയിലായി. കുട്ടികൾ ഗുരുതര പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ടെന്നായിരുന്നു UNന്റെ റിപ്പോർട്ടും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഗാസ നിവാസികൾ പട്ടിണിയിലാണെന്ന് തുറന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളുടെ അടക്കം വാദങ്ങളെ ഇസ്രയേൽ തള്ളി. ഗാസയിൽ സഹായം അനുവദിക്കണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും സമ്മർദ്ദം കടുത്തതോടെയാണ് ഇസ്രയേൽ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത്. ഗാസയിലേക്കുള്ള സഹായം ഉടനടി പുനരാരംഭിക്കണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റും നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു.
അതിനിടെ ദോഹയിൽ നടന്ന ചർച്ചയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 9 ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചതായി ഫലസ്തീൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പകരമായി സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് വരാൻ അനുവദിക്കണമെന്നും ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീനികളെ മോചിപ്പിക്കണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം. എന്നാൽ ഈ നിർദ്ദേശങ്ങളോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുകയോ യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്യില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ 7 മുതൽ 53,272 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,20,673 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകളെ കൂടി ഈ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ മരണസംഖ്യ 61,700-ലധികമാകും.